ഏജിങ്ങിന് അല്ലെങ്കിൽ പ്രായം കൂട്ടാൻ, അതല്ലെങ്കിൽ പെട്ടെന്ന് മരണത്തിലേക്ക് നയിക്കാൻ, അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ പല അസുഖങ്ങളിലൂടെ സന്തോഷമില്ലാത്തൊരു കാര്യത്തിലേക്ക് പോകാനായിട്ടുള്ള എൻ്റെ കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യമായി പറഞ്ഞത് സ്ട്രെസ്സായിരുന്നു. സ്ട്രെസ്സ് നമ്മെ പെട്ടെന്ന് മരണത്തിലേക്കും അല്ലെങ്കിൽ രോഗാതുരമായൊരു വാർദ്ധക്യത്തിലേക്കും നയിക്കുമെന്നും നമുക്ക് സൗന്ദര്യമുള്ളവരായി ദീർഘകാലം ജീവിക്കാൻ സാധിക്കുകയുമില്ല എന്ന് മനസ്സിലാക്കുകയും. രണ്ടാമത്തെ കാര്യമാണ് ദ ഹാബിറ്റ് ഓഫ് സിറ്റിംഗ്, അല്ലെങ്കിൽ മൂവ്മെൻ്റ് ഇല്ലാത്ത അവസ്ഥ. ഒരു സെഡൻഡറി ലൈഫ് നയിക്കുന്ന ആളുകൾ മരണത്തിലേക്ക് പെട്ടെന്ന് പോവുകയും ഒപ്പം തന്നെ വേദനാജനകമായ വാർദ്ധക്യത്തിൽ ആയിരിക്കുകയും രോഗങ്ങൾക്ക് അടിമപ്പെടുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നാം ഇപ്പോൾ ചിന്തിക്കേണ്ട ഒരു നേരത്തെ ഒരു കാര്യം പറയുന്നത് കേവ് മാൻ വേഴ്സസ് മോഡേൺ മാൻ. കേവ് മാൻ എപ്പോഴും ഓടി നടക്കുകയാണ്, ഹണ്ട് ചെയ്യുന്നു, ഭക്ഷണത്തിനായി ഓടുന്നു, കൃഷി ചെയ്യുന്നു. ഇതാണ് കേവ് മാൻ. മോഡേൺ മാൻ ഇന്നും ഫുൾ ടൈം കസേരയിൽ ഇരുന്ന് ചാരിയിരുന്ന് കമ്പ്യൂട്ടറിൽ നോക്കി ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തെ കുറേ പഠനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു, സിറ്റിംഗ് ഈസ് എ ന്യൂ സ്മോക്കിംഗ്. സ്മോക്കിങ്ങിനേക്കാൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ് സിറ്റിംഗ് എന്ന് പറയുന്നത്. സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നതെന്നല്ല ഉദ്ദേശിച്ചത്, കുറേ അധികം സമയം ആളുകൾ ഇരിക്കുകയാണ്, എഴുന്നേൽക്കുന്നില്ല. നമ്മൾ പോമോഡോറോ ടെക്നിക്കൊക്കെ പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, 20 മിനിറ്റ് കഴിഞ്ഞാൽ നാം 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് എഴുന്നേറ്റ് നടക്കണം, അല്ലെങ്കിൽ ഗ്രീൻ വോക്ക് ചെയ്യണമെന്നെല്ലാം പറയാറുണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ 20 മിനിറ്റിൽ കൂടുതൽ തുടർച്ചയായി പോട്ടെ, ഒരു 50 മിനിറ്റിൽ കൂടുതൽ തുടർച്ചയായി ഇരുന്ന് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ മരണത്തിലേക്കുള്ള ദൂരം അത്ര ചെറുതല്ല. മരണം മാത്രമല്ല, വാർദ്ധക്യം രോഗാതുരമാകാനും വേദനാജനകമാകാനും ഇടയാക്കും. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ജീവിതത്തെ സന്തോഷകരമാക്കുവാൻ സാധിക്കും. കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, എന്നാൽ ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ എളുപ്പമായിരിക്കും. ഞാൻ ഇതെല്ലാം പറയുന്നത് ഈ സയൻസ് പ്രകാരം പറയുന്ന കാര്യങ്ങളാണ്. കുറേ അധികം നേരം തുടർച്ചയിരിക്കുന്ന ആളുകൾക്ക് ഹൈപ്പർ ടെൻഷൻ, കാർഡിയോ വാസ്കുലർ ഡിസീസസ്, അതുപോലെ ചില തരത്തിലുള്ള ക്യാൻസറുകൾ, പിന്നെ അസ്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇതെല്ലാം ഉണ്ടാകാറുണ്ട്. ഇത് വലിയ പ്രായമുള്ള ആൾക്ക് മാത്രമല്ല, കുട്ടികൾക്കും ഇത് വളരെയധികം ബാധിക്കുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. ഇപ്പോൾ കുട്ടികൾ നേരം കുറേ നേരം ഇരിക്കുന്നതല്ലെങ്കിലും കുറേ അധികം ഭക്ഷണം കഴിച്ച് ഒബീസായി മാറും. ഇതുകൊണ്ട് തന്നെ മൂവ്മെൻ്റ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുകയും അത് ചെറുപ്പത്തിൽ തന്നെ വളരെയധികം അസുഖങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കും. അപ്പോൾ നിങ്ങൾ ഒരു പൊണ്ണത്തടിയനായി മാറുന്നുണ്ടെങ്കിൽ കുറേ ഭക്ഷണം കഴിക്കുകയും മൂവ് ചെയ്യാതെയും എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുകയും ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായും ഈ കാര്യത്തിൽ മാറ്റം വരുത്തുക. അപ്പോൾ ഇതോടൊപ്പം ഒരു 7 കാര്യം വളരെ പെട്ടെന്ന് പറയാം. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ദിവസം ഒരു 20 മിനിറ്റെങ്കിലും വോക്ക് ചെയ്യുക. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഒരു നേച്ചർ വാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കുകയോ ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം, ടെലിവിഷൻ, മൊബൈൽ, സോഷ്യൽ മീഡിയ, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് ഇതെല്ലാമാണ് നമ്മെ ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് പോകുന്നത്, നമ്മളെ നടക്കാനായിട്ട് ഇടയാക്കാതിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ യൂസ്, ആ ഡിസ്ട്രാക്ഷൻ നാം തീർച്ചയായും മെഷർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യമാണ്, നമുക്കൊരു കമ്മ്യൂണിറ്റി, ഒരു ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന് നോക്കുക. ഞാനിത് പറയാൻ കാരണം ഇരിക്കില്ലെന്ന് പറയുന്നതിനേക്കാൾ എളുപ്പമാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളെ ഇത് ഓട്ടോമാറ്റിക്കലി സിറ്റിംഗ് എന്ന് പറയുന്ന സെക്കൻഡ് ഈക്വൽ ടു സ്മോക്കിംഗ്, ഡേഞ്ചറസ് ദാൻ സ്മോക്കിംഗ് എന്ന് പറയുന്ന ഈ ഹാബിറ്റിൽ നിന്ന് പുറത്തു കിടക്കുവാനായിട്ട് സാധിക്കുന്നു. നാലാമത്തെ കാര്യമാണ് ജങ്ക് ഫുഡ്സ്. നമ്മളൊക്കെ ധാരാളം ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും കുറേ അധികം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും. അത് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. 5 സ്ലീപ്പ്, ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ വിശദമായി ഇങ്ങനെ വീഡിയോയിൽ പറയുന്നതാണ്. സ്ലീപ്പ് നന്നാക്കാൻ ശ്രമിക്കുക. ഇനി സ്പോർട്സുകളിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ക്ലബ്ബുകളായിരിക്കാം അല്ലെങ്കിൽ ലോക്കൽ കമ്മ്യൂണിറ്റികളായിരിക്കാം. അവിടെ ഏതെങ്കിലും സ്പോർട്സ് ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ശ്രമിക്കുക. ഇനി 7ാമത്തെ കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ കിഡ്സുമായി അല്ലെങ്കിൽ പെറ്റ്സുമായി കളിക്കാം. പുറത്ത് ഗ്രൗണ്ടുകളിൽ പോയി ഓടി കളിക്കാം. അല്ലെങ്കിൽ കുട്ടികളുമായി നിങ്ങൾക്ക് പല കളികളിൽ ഏർപ്പെടാൻ സാധിക്കും. ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് സാധ്യമാക്കുക, സിറ്റിംഗ് അധികം ഒഴിവാക്കുക. ഞാനിത് വീണ്ടും പറയുകയാണ്, കാരണം വാർദ്ധക്യമാകുമ്പോൾ ധാരാളം അസുഖങ്ങൾ വരികയും മറ്റുള്ളവർ സഹായം വേണ്ട അവസ്ഥ വരികയും പെയിനായിട്ടുള്ളൊരു ലൈഫ് നയിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായും നിരാശജനകമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ കുറേ അധ്വാനിക്കുന്നു, കുറേ പഠിക്കുന്നു, ജോലി നേടുന്നു, പിന്നെ കുറേ സമ്പാദിക്കുന്നു. പക്ഷേ അവസാന കാലഘട്ടങ്ങൾ നമ്മൾ സമ്പാദിച്ചൊന്നും നമുക്ക് സന്തോഷം തരുന്നില്ല. നാം ഉണ്ടാക്കിയെങ്കിലും നമുക്ക് വേദനകൾ മാത്രം അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതങ്ങൾ എന്താണ് ആഗ്രഹം, എന്താണ് ആവശ്യം, അല്ലെങ്കിൽ എന്താണ് പ്രയോജനം എന്ന് പറയുന്നത്? ഉള്ള കാലം സന്തോഷത്തോടെ ജീവിക്കാനായി
ഇപ്പോൾ തന്നെ ഒന്ന് ശ്രമിച്ചാൽ തീർച്ചയായും മാറ്റം വരുത്തുവാൻ സാധിക്കും. അപ്പോൾ സിറ്റിംഗ് എന്ന ഹാബിറ്റ് നമ്മിലുണ്ടെങ്കിൽ തീർച്ചയായും അത് കൺട്രോൾ ചെയ്യുക. ഒപ്പം തന്നെ ഇത്തരം പുതിയ ഹാബിറ്റുകൾ കഴിയുമെങ്കിൽ ആഡ് ചെയ്യുകയും നെഗറ്റീവ് ഹാബിറ്റ് ഒഴിവാക്കുകയും ചെയ്യുന്നതിലൂടെ 10 ഇരട്ടി മാറ്റം ഉണ്ടാക്കാം. കൂടുതൽ കാലം കൂടുതൽ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇക്കിഗായി എന്ന ഹാബിറ്റ് നാം പഠിക്കുന്നത്. കുറേ അധികം വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.